ഹലോ ഡിയർ ഓഡിയൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എങ്ങനെ സമയം ലാഭിക്കാം, പിന്നെ ജീവിതത്തിലെ സമയം വേസ്റ്റ് ചെയ്തത്, അതായത് ലൈഫ് വേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ കുറക്കാം അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാം, അതിനെക്കുറിച്ചിട്ടാണ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാണ് ജീവിതത്തിൽ ഗോൾ സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളെ പ്രധാനമായിട്ടും സമയം കളയുന്നത് എന്തായിരിക്കും? എൻഗേജിങ് ആയിട്ടുള്ള പരിപാടികളാണ്. അതായത് നമ്മൾ അൺപ്രൊഡക്റ്റീവായിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ, ടി വി കാണുന്നത്, പിന്നെ അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗിക്കൽ, അധികമായുള്ള ടി വി ആണില്ലേ, അധികമായുള്ള ഇങ്ങനെ സംസാരങ്ങൾ, ഇവയൊക്കെയാണ് ടൈം വേസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ. അതായത് അനാവശ്യമായിട്ട് ഒരു കാര്യമില്ലാതെ ഇരുന്ന് സംസാരിക്കുന്നത്, ഒരു കാര്യവുമില്ലാതെ ഇൻസ്റ്റാഗ്രാമും തോണ്ടി ഇങ്ങനെ ഇരുന്ന് നേരം കൂട്ടുന്നൊക്കെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ആ സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞില്ല. ഓക്കെ, പിന്നെ ഉള്ളത് ചില സംഭവങ്ങൾ അനുസരിച്ചിട്ട് ലൈഫിനെ ഇങ്ങനെ വേസ്റ്റ് ചെയ്യും. അതായത് മുന്നേ നടന്നതോ പാസ്റ്റ് നടന്നതോ ആയ സംഭവങ്ങൾ പിന്നെ ചിലരെക്കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നിട്ട്, അത് ഞാൻ പറയുന്നില്ല ഇവിടെ, പിന്നെ പറയാം. അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കേണ്ടി വരും. ഓക്കെ, പാസ്റ്റിൽ നടന്ന ചില ഇൻസിഡൻസ്, ഇവൻ്റ്, ഇതൊക്കെ ആലോചിച്ചിട്ട് സമയം ഇങ്ങനെ കളഞ്ഞ് മനസ്സിങ്ങനെ ഡിപ്രഷനായി ഒരു മൂലൊക്കെ കുത്തിയിരുന്ന് കുറേ കാലം ഇതാക്കി. ചില കൂട്ടർക്ക് ബ്രേക്ക് നിൽക്കുന്നതല്ലായിരിക്കും, പക്ഷേ ചില കൂട്ടർക്ക് അത് വളരെ മോശവുമായിരിക്കും. കാരണം എന്താ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് താഴേക്ക് പോകാനുള്ള കാരണമായിട്ട് അത് മാറും. നിങ്ങൾ ഇങ്ങനെ ലൈഫിൽ ഒരു ഇതാക്കുന്നത്, ലൈഫിൻ്റെ പടിയിൽ നിന്ന് താഴോട്ടേക്ക് പോകും. നിങ്ങളുടെ മനസ്സ് ക്ലിയറാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാക്കാം. അതായത് ഈ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്ന കാര്യമാണ്, നമ്മൾ ബിസിയാണ്. ഒരു ബിസിയും അല്ലാതെ ആൾക്കാർ വരെ നമ്മൾ മെസ്സേജ് അയച്ചാൽ എടുക്കാൻ നോക്കുമ്പോൾ, ഹലോ നീ എന്താടാ മെസ്സേജ് അയച്ചിട്ട് എടുക്കാനെന്ന് ചോദിച്ചാൽ, അയ്യോ ഞാൻ ബിസി ആയിപ്പോടാ. ബിസി എന്നാ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നേരം കൂട്ടി കളിക്കുന്നതാണ് അവരുടെ ബിസി. ഫുൾ ടൈം സോഷ്യൽ മീഡിയ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരുന്ന് വീഡിയോ എല്ലാം കേട്ട് ലൈഫിൽ പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാതെ, അയ്യോ ഇനി ഈ കാലം ഇപ്പം തിരിച്ചു വരുമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ആ സമയം കൊണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക. ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കാതെ, സോഷ്യൽ മീഡിയ കണ്ടിരിക്കാതെ, അനാവശ്യമായ സംസാരങ്ങളിലും സംഭാഷണങ്ങളിലും ഏർപ്പെടാതെയും, പിന്നെ അനാവശ്യമായി ടി വി ഒക്കെ കാണാം, സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യാം, സംസാരിക്കാം, പക്ഷേ ആവശ്യത്തിന് മാത്രം. എല്ലാത്തിനും ഒരു ലിമിറ്റ്. അതായത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ 2 മണിക്കൂർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ആയിട്ടുള്ള മൊബൈൽ, ടി വി, കമ്പ്യൂട്ടർ പോലത്തെ അതായത് ജോബിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. അതിന് സ്പെഷ്യൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ലെൻസസ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇതൊക്കെ കുറക്കാൻ സാധിക്കും. ബ്ലൂ ലൈറ്റ് ആയിട്ടുള്ള എക്സ്റ്റേഷൻ, അത് നമ്മുടെ കണ്ണിനും ശരീരത്തിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമുക്കിങ്ങനെ അധികമായിട്ടുള്ള ബ്ലൂ ലൈറ്റ് എക്സ്പോസ് നിങ്ങളുടെ ഉറക്കത്തെ വരെ ബാധിക്കും. കൃത്യമായ ഉറക്കം, കൃത്യമായ മനസ്സിന് കൃത്യമായ ഇത്, നമ്മുടെ ഹോർമോണൽ ബാലൻസിന്, പിന്നെ ദൈനംദിന പ്രവർത്തികൾക്കുള്ള ഊർജ്ജം, ഇതിനൊക്കെ നമ്മുടെ തലച്ചോറിന് കൃത്യമായ റെസ്റ്റ് വേണം. അത് ഡോക്ടർമാർ പറയുന്നതെന്ന് വെച്ചാൽ 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ, അത് അഡൾട്ടായിട്ടുള്ള, അഥവാ ഒരു 18 വയസ്സിന് മുകളിലുള്ള പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങണം. കുട്ടികൾ 8 മുതൽ 12 മണിക്കൂർ വരെ ഉറങ്ങണം. അല്ല, 10 മുതൽ 12 മണിക്കൂർ വരെ എന്നത് ചെറിയ കുട്ടികൾ, എല്ലാ കുട്ടികളും 8 മണിക്കൂർ മുതൽ 10 മണി വരെ ഉറങ്ങുക. സ്ഥിരം ഒരു സമയത്ത് ഉറങ്ങാനോ ഒരു സമയത്ത് എഴുന്നേൽക്കാനോ ശ്രദ്ധിക്കുക. അതായത് രാത്രി 10 മണിക്ക് കിടന്നിട്ട് രാവിലെ ഒരു 6 മണിക്ക് എണീക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. രാവിലെ അതായത് സൂര്യൻ ഉദിക്കും മുമ്പേ എഴുന്നേൽക്കുന്നത് നല്ലതായിരിക്കും. ചില കൂട്ടർ അതിർക്കണ മുന്നേ സൂര്യോദിക്കും മുമ്പേ എഴുന്നേറ്റാൽ രാവിലത്തെ വെയിലൊക്കെ കൊള്ളാം. സൂര്യോദിച്ച് വരുമ്പോഴുള്ള വെയിൽ എല്ലാം, പിന്നെ മനോഹരമായ പ്രകൃതി കാഴ്ചകൾ കാണാം. അങ്ങനെയുള്ളതൊക്കെ മൈൻഡ് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ സബ്ജക്റ്റായ ലൈഫ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് കുറക്കുക എന്നുള്ളത്, നിങ്ങളുടെ മൈൻഡ്, പ്രസൻസ് ഓഫ് മൈൻഡാണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് പ്രസൻസ് ഓഫ് മൈൻഡിന് നിങ്ങൾ ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള യോഗ, എപ്പോഴും പറയുന്നത് തന്നെയാണ്, വർക്കൗട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക. അതായത് ജീവിതത്തിൽ ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. അതും ഒരു വർഷത്തേക്കുള്ളതല്ല, ഇനി വരുന്ന 5, 10, 20 വർഷത്തേക്കുള്ള ഗോളുകൾ സെറ്റ് ചെയ്യുക.
എന്നിട്ട് ഈ ഗോളുകളെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റുക. നമുക്ക് പറ്റുന്ന ഒരു ടാസ്കുകളും അത് എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം. അതായത് ഉദാഹരണത്തിന് നമുക്ക് ഇത്ര പ്രായമാകുമ്പോൾ സക്സസ്ഫുൾ ആവണം എന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനു വേണ്ടി പതിയെ പതിയെ പരിശ്രമിച്ച് അവിടത്തേക്ക് എത്താം. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഡെഡ് ലൈൻസ് അതിന് കൊടുക്കുക. പരമാവധി നീട്ടിക്കൊണ്ടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. അതായത് ഇപ്പോഴത്തെ കാര്യം ഇങ്ങനെ ചെയ്യുക. നമുക്ക് ഇന്നത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾ ഇതാക്കുക. പിന്നെ നിങ്ങൾക്ക് മേക്ക് ഷുവർ ഗോൾ ആർ സ്പെസിഫിക്. അതായത് നിങ്ങളുടേതായ ഗോൾ, നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് പറ്റുന്ന ഗോളുകൾ സെറ്റ് ചെയ്യുക. അതായത് നമുക്ക് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ സാധ്യമായിട്ടില്ല. ഭാവിയിൽ സാധ്യമായിരിക്കും, ടെക്നോളജിയൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന എത്ര ദൂരം ഇങ്ങോട്ട് എത്തും, എന്തൊക്കെ ചെയ്താൽ എത്തും എന്നുള്ള ക്ലിയർ റൂട്ട് സെറ്റ് ചെയ്തിട്ട് മാത്രം ഒരു ഇതാക്കുക. അപ്പോൾ നിങ്ങളൊരു ഈ ലൈഫിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പ്ലെയിന് ഇതുപോലെ ഒന്നല്ല സംഭവിക്കുക. എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഇല്ലേ, ഈ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് വെക്കും. ലൊക്കേഷൻ മാപ്പിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അവിടെ പോകേണ്ട റൂട്ടും ഇതൊക്കെ ഇതാക്കും. എല്ലാ യാത്രയിലും ഈ റൂട്ട് അനുസരിച്ചിട്ടാണോ പോകുന്നത്? അല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ലൈഫിൽ റൂട്ട് അനുസരിച്ച് പോകണമെന്നില്ല. പക്ഷേ ഒരു റൂട്ട് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ വിഷൻ ഉണ്ടാകും. നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് മുന്നേ പഠിക്കണം. അതായത് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തെ സ്വന്തം സ്ഥലം പോലെ, നാട് പോലെ പഠിക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അതായത് നമുക്ക് ഇപ്പം ടോക്കിയോ പോലെ സിറ്റി എങ്ങനെയാണെന്നുള്ള മൊത്തം ചിത്രങ്ങൾ നമുക്കൊരു ഗൂഗിൾ മാപ്പ് അടിച്ച് നോക്കിയാൽ തന്നെ കിട്ടും. അവിടുത്തെ മൊത്തം ഇതുപോലെ ഗൂഗിൾ സെർച്ചിലൂടെ അവിടുത്തെ മൊത്തം ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടും. അതിലൂടെ തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും. അതേപോലെ തന്നെ ലൈഫിലെ ഗോളുകൾ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്കൊരു ഡോക്ടർ ആവണമെങ്കിൽ, ഒരു MBBS ഡോക്ടർ ആവണമെങ്കിൽ അത് നീറ്റ് എക്സാം എഴുതണം, അത് പാസ്സാവണം, അതിന് 650+ മാർക്ക് വേണം, എവിടെയൊക്കെ സീറ്റ് കിട്ടുന്നൊക്കെ നിങ്ങൾ ആദ്യം കണ്ടുവെക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഒരു UPSC ആസ്പയർ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതിനും ഇതാക്കണം. PSC ആണെങ്കിൽ ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ വരും, PSCയിലെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യണം. ഓക്കെ, ടൈം മാനേജ് ചെയ്യാനാണ് ആദ്യം പിടിക്കേണ്ടത്. സമയം എന്ന് പറയുന്നത് ഒരാൾക്ക് പിടിച്ചെത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്ക് പോയ സമയത്തെ തിരിച്ചൊരിക്കലും കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് പോയ സമയത്തെ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ചിന്തിച്ച് നേരം കൂട്ടാൻ സാധിക്കും. തലച്ചോറിനോട് പറയുക, അനാവശ്യമായ ചിന്തകളെ അങ്ങ് മാറ്റി വെച്ചിട്ട് ആവശ്യമായ ചിന്തകൾ ഇതാക്കുക. പിന്നെ ലൈഫ് വേസ്റ്റ് ആയിപ്പോൾ, അതായത് യൂട്യൂബിൻ്റെ സെർച്ചിൽ ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ലൈഫ് വേസ്റ്റായി പോകുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്ന്. ലൈഫ് വേസ്റ്റായി പോകുന്നത് ഒഴിവാക്കണമെങ്കിൽ മനസ്സ് തന്നെ വിചാരിക്കണം. അല്ലാണ്ട് നമ്മൾ മോട്ടിവേഷൻ കേൾക്കുന്നത് തന്നെ നിങ്ങളുടെ ഒന്ന് മനസ്സ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോലുള്ള മോട്ടിവേറ്റേഴ്സിൻ്റെ മോട്ടിവേഷൻ ഇതാക്കുന്നത്. നമ്മളെ ഉദ്ദേശം അത് തന്നെയാണ്. അതായത് ശാന്തമായി എല്ലാവരും നിൽക്കുന്ന മനസ്സിന് ശാന്തമാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളിത്. അപ്പം പുതിയ കാര്യങ്ങൾ, പഴയതൊക്കെ കളയുക, പുതിയൊക്കെ കൊണ്ടുവരിക. പിന്നെ മനസ്സിന് കൂടുതലായിട്ട് ഡിപ്രഷനും വിഷമവും ആൻസൈറ്റി ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ടിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും. കാരണം കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കും. അതായത്